ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദ സൗണ്ട് ഓഫ് ദ മാജിക് എന്ന ഡ്രാമയുടെ എപ്പിസോഡ് നമ്പർ 1 പാർട്ട് ബി ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മാജിക്കിനെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചൊക്കെ കാണാൻ താല്പര്യമുള്ളതും കേൾക്കാൻ താല്പര്യമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കും. അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കും നമ്മുടെ യൂനാഹി, അതായത് നമ്മുടെ നായികയെ മോശമായി പെരുമാറാൻ നോക്കുന്ന നമ്മുടെ നായിക വർക്ക് ചെയ്യുന്ന ആ ഷോപ്പിലെ ഉടമസ്ഥനാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അവളെ ബലം പ്രയോഗിച്ച് അവളെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ മനസ്സിൽ നൊന്ത് പറയുകയാണ്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ, അല്ലെങ്കിൽ ഇവൻ എന്നെ കൊല്ലുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ആ കേൾക്കുമ്പോൾ തന്നെ ഒരാളങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട് വരികയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ആ മജീഷ്യനാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവൾ അടിക്കാൻ പോകുമ്പോൾ തന്നെ ആ മജീഷ്യൻ കയറി അവളെ അതായത് അവനെ പിടിക്കുകയാണ് കേട്ടോ. നീ എന്താണ് കാണിക്കുന്നത്? ഒരു പെണ്ണിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതിന് തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മുടെ ഹീറോയിൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെ അവിടെ നിന്ന് അപ്രത്യക്ഷനാക്കി കളയുകയാണ് നമ്മുടെ നായകൻ. അങ്ങനെ നമ്മുടെ യൂനാഹി ചോദിക്കുകയാണ്, അല്ല നീ എന്താണ് ഈ കാണിക്കുന്നത്? നിനക്ക് മാജിക് അറിയാമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്നുണ്ടോ എന്ന് നമ്മുടെ യൂനാഹി ആണെങ്കിൽ നമ്മുടെ നായകനോട് ചോദിക്കുകയാണ് കേട്ടോ. അതിൻ്റെ നായകൻ അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ അവൻ അപ്രത്യക്ഷനായി പോവുകയാണ്. യൂനാഹി ചോദിക്കുകയാണ്, നീ അയാളെ എന്താണ് ചെയ്തത്? നീ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ, നീയല്ലേ എന്നെ സഹായത്തിന് വേണ്ടി വിളിച്ചത്? അതുകൊണ്ട് ഞാൻ വന്നതെന്ന് നമ്മുടെ യൂനാഹിയുടെ അടുത്ത് നമ്മുടെ ഹീറോയിൻ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഹീറോ എന്താണ് കാണിക്കുന്നത് നമ്മുടെ യൂനാഹിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾക്കാകെ പേടിയാവുകയാണ്, അല്ലെ ഇവൻ എന്താ കാണിക്കുന്നത്? അങ്ങനെ ഇവളാണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. പിറ്റേ ദിവസം ഷോപ്പിലോട്ട് പോകുമ്പോഴാണെങ്കിൽ ഷോപ്പ് പൂട്ടിയിരിക്കുകയാണ്. കാരണം അവനെ അപ്രത്യക്ഷമാക്കി കളഞ്ഞല്ലോ നമ്മുടെ നായകൻ. അങ്ങനെ അവിടെ ഒരു ലെറ്റർ വെച്ചുകൊണ്ട് നമ്മുടെ നായകൻ നേരെ ആ തീം പാർക്കിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ നായകൻ നേരെ നമ്മുടെ യൂനാഹി നേരെ പോകുന്ന തീം പാർക്കിൻ്റെ അവിടെ പോയി കുറച്ച് നേരം ആ തീം പാർക്ക് നോക്കിയിരിക്കുകയായിരിക്കും കേട്ടോ. ഇതേ സമയത്തായിരിക്കും നമ്മുടെ നായകൻ താഴത്ത് നിന്ന് ഇങ്ങനെ വിളിക്കുന്നത് കാണുന്നത്. അവിടെ യൂനാഹിക്ക് ശരിക്കും സങ്കടമാണ്. കാരണം അവൾ കാരണമാണല്ലോ അവനെ അപ്രത്യക്ഷനായി കളഞ്ഞത്. അങ്ങനെ അവിടെ യൂനാഹി നമ്മുടെ നായകനെ ശരിക്കും കാണാൻ വേണ്ടി വന്നതൊന്നുമല്ല. അങ്ങനെ നായകൻ അവിടെ നിന്ന് കൈയൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ്, ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് നമ്മുടെ യൂനാഹീന. അങ്ങനെ യൂനാഹി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ യൂനാഹിക്ക് കുറച്ച് കോഫിയൊക്കെ കൊടുക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ യൂനാഹി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവിടെ നായകൻ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മാജിക്കിനെ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായകൻ തിരിച്ച് ചോദിക്കുകയാണ്, നീ പണ്ട് എല്ലാ കാര്യവും വിശ്വസിക്കുന്നല്ലോ, അതായത് ചെറിയ കാര്യങ്ങൾ പോലും നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമായിരുന്നു, ഇപ്പം നീ എന്നെ വിശ്വസിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യൂനാഹി പറയുകയാണ്, ജീവിതം വളരെ അധികം വ്യത്യസ്തമാണ്, പണ്ടത്തെ പോലെയല്ലേ എൻ്റെ ജീവിതം, വളരെ ദുരന്തപൂർണ്ണം പിടിച്ച ജീവിതമാണെന്ന് നമ്മുടെ യൂനാഹി പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ യൂനാഹി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ വിട്ട് നല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ, എന്തിനാണ് ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരെയാണ് പറ്റിച്ച് ജീവിക്കുന്നത്? ഇതെല്ലാം സത്യമാണ്, നീ എൻ്റെ മാജിക്കിനെ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ നായകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ അങ്ങനെ നായകൻ ഒരു റെഡ് ടവലൊക്കെ എടുത്തിട്ട് എന്തോ മാജിക്കൊക്കെ അവളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മാജിക്കിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ യൂനാഹിക്കാണെങ്കിൽ വിശ്വാസമൊന്നും മഞ്ഞില്ല. അവനാണ് ഈ യൂനാഹിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം അവളുടെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ചെറുതായിട്ട് വിശ്വാസമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് കേട്ടോ. പക്ഷേ അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നായകൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും എൻ്റെ മാജിക്കിൽ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല അല്ലേ എന്ന് നമ്മുടെ നായകൻ അവളോട് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അവൾ പറയുകയാണ്, എനിക്ക് ചെറുതായിട്ടൊക്കെ വിശ്വാസമുണ്ട്, എന്നാലും എനിക്ക് പൂർണ്ണമായിട്ട് യാതൊരു വിശ്വാസമില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും നമ്മുടെ നായകൻ പറയുന്നു, ഓഹോ അങ്ങനെയാണോ, ഞാൻ ഇത്രയും കാലം കാണിച്ചു തന്നിട്ട് ഇപ്പോഴും നിനക്ക് വിശ്വാസമില്ലേ? അന്നൊരു കാര്യം ചെയ്യും, നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണമെന്ന് നമ്മുടെ നായകൻ നമ്മുടെ യൂനാഹിയുടെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ യൂനാഹി പറയുകയാണ്, നീ അദ്ദേഹത്തെ വീണ്ടും തിരിച്ച് കൊണ്ടുവരണമെന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണെങ്കിൽ നമ്മുടെ നായകൻ്റെ കഴുത്തിലൊരു മാല പോലെ സാധനം ഉണ്ടാകും. അത് നന്നായിട്ട് ഇങ്ങനെ മിന്നി കത്തുകയാണ്. അങ്ങനെ അതിൻ്റെ അകത്ത് ഒരു ജീവനുള്ള പൂമ്പാറ്റ നേരെ പറന്ന് പോവുകയാണ്. അങ്ങനെ
തീം പാർക്കിലുള്ള ഓരോ സ്ഥലത്ത് പോയി തട്ടുമ്പോൾ അവിടെ എല്ലാം ലേറ്റ് വരികയാണ്. ഇവൾക്ക് ആകെ അതിശയപ്പെട്ട് പോവുകയാണ്. കാരണം വർഷങ്ങളായിട്ട് പൂട്ടിക്കിടന്ന തീം പാർക്ക് എങ്ങനെയാണ് ഇവൻ വീണ്ടും പഴയ പോലെ ആക്കിയെന്ന് അവൾക്ക് ശരിക്കും സംശയം തോന്നുകയാണ്. അങ്ങനെ അവൾ പൂർണ്ണമായിട്ട് മാജിക്കിലോട്ട് വിശ്വാസം അർപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നായകൻ പറയുകയാണ്, എനിക്ക് ഇപ്പോഴെങ്കിലും എന്നോട് വിശ്വാസമായി യൂനാഹി എന്ന് ചോദിക്കുമ്പോൾ എന്നൊന്നും പറയുന്നില്ലെങ്കിലും അവളുടെ മനസ്സിൽ ഇപ്പോൾ അവൾ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ അടുത്ത് വെച്ച് ചെറിയൊരു പാട്ടൊക്കെ പാടുകയാണ്. അവളെ ശരിക്കും സന്തോഷിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ നായകൻ. അങ്ങനെ യൂനാഹി ശരിക്കും ചിരിക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് പോലും. കാരണം അവൾ ഇത്ര നാൾ ഭയങ്കര വിഷമത്തിലും കാര്യങ്ങളിലൊക്കെയാണ് അവൾ ജീവിച്ചിരുന്നത്. അങ്ങനെ അവൾക്ക് ചുറ്റും ഇങ്ങനെ പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് അവൾ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ്. ഇപ്പോൾ അവളുടെ മനസ്സിൽ കരുതുന്നത്, അമ്മ ഞാൻ ഇപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം സന്തോഷിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ഈ ഒരു ഇത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് 2 പാർട്ടായിട്ടാണ് ചെയ്തത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ ഇതിലും കിട്ടുന്ന എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ.